നമസ്കാരം. ഒരു കെ പി സി സി പ്രസിഡന്റിന്റെ ഗതികേട് നോക്കണേ. കുറുവാ സംഘ മാഫിയയുടെ തലപ്പത്ത് വെറും ഡമ്മിയാക്കി ഇരുത്തിയിരിക്കുന്ന വ്യക്തിയാണ്. ഷോഫിക്കയുടെ ഡെസിഗ്നേഷൻ പറഞ്ഞപ്പോൾ ഒന്ന് വായിൽ നിന്ന് പിഴവ് സംഭവിച്ചു പോയി. സ്വാഭാവികമായിട്ടും കെ പി സി സി പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന ഏറ്റവും മുതിർന്ന പദവിയാണ്. പക്ഷേ എം പിക്ക് പകരം എം എൽ എ എന്ന് പറഞ്ഞു പോയ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ആ തെറ്റ് പറ്റിപ്പോയതിലുള്ള അദ്ദേഹത്തിന്റെ ഭാവപ്രകടനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, ഡമ്മി ആയിട്ടിരിക്കുന്ന വ്യക്തിയിൽ നിന്ന് അത് സംഭവിച്ചാൽ അനുഭവിക്കേണ്ടി വരുന്ന പ്രത്യാഘാതം എന്തായിരിക്കുമെന്ന് ആ വാക്കുകളിലുണ്ട്. ഒന്ന്, എം പിക്ക് പകരം എം എൽ എ ആയിപ്പോയി. ഒന്ന് സ്റ്റക്കടിച്ച് നിന്നതിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം കേട്ടെ. ശ്രീ ഷാഫി പറമ്പിൽ എം എൽ എ ഞാൻ ഇതുവരെ കെ പി സി പ്രസിഡന്റായിട്ട് സോറി പറഞ്ഞില്ല. ആദ്യമായിട്ട് ഞാൻ സോറി പറയുകയാണ്. ഇത് മനഃപൂർവ്വം ഷാഫി പറയിച്ചതല്ല, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ സംശയിക്കും. പ്രിയപ്പെട്ട ശ്രീ ഷാഫി, നീ എം പി എം എൽ എ എന്ന് പറയുന്നില്ല, പ്രിയപ്പെട്ട ശ്രീ ഷാഫിക്ക, പ്രിയപ്പെട്ട എം എൽ എ ശ്രീ എം പി ശ്രീകണ്ഠൻ, എം എൽ എ രാഹുല്, വൈസ് പ്രസിഡന്റ് ബൽറാം, പ്രിയപ്പെട്ട നേതാക്കന്മാര് കബീർ മാസ്റ്റർ, വിജയരാഘവേട്ടൻ, സി പി മുഹമ്മദ്, എല്ലാവരും കൂടുതൽ കൈയടിക്കുന്ന സന്ദീപ് വാര്യര്, തുളസി ടീച്ചർ, രമ്യ, ചാർജുള്ള മുത്തലിബ്, മറ്റ് ചന്ദ്രേട്ടൻ താഴെയുണ്ട്, മുകളിലിരിക്കേണ്ട ചന്ദ്രേട്ടൻ താഴെ ഇരിക്കുന്നുണ്ട്. നമുക്കെല്ലാം മാതൃകയാണ്, ഞങ്ങൾക്കെല്ലാം മാതൃകയാണ്. പ്രിയമുള്ള സഹപ്രവർത്തകരായ സഹോദരി സഹോദരന്മാർ, കേട്ടല്ലോ. ഷാഫി ഇക്ക പരസ്യമായിട്ട് ക്ഷമ ചോദിച്ചിട്ട് പോയി. പരസ്യമായിട്ട് ക്ഷമ ചോദിച്ചില്ലെങ്കിൽ ഡെസിഗ്നേഷൻ പോലും തെറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവിക്കേണ്ടി വരുന്ന പ്രത്യാഘാതവും പീഡനവും തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു വ്യക്തിയുടെ തുറന്ന കുറ്റസമ്മതമാണ്. ഏതെങ്കിലും ഒരു കെ പി സി സി പ്രസിഡന്റിനോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്കോ ഇങ്ങനെ ഞാൻ ഇതുവരെ സോറി പറഞ്ഞിട്ടില്ലല്ലോ, പരസ്യമായിട്ടൊരു സോറി ഇരിക്കട്ടെ എന്ന നിലയ്ക്ക് ഈ നാവു പിഴയ്ക്ക് വേണ്ടി ഇത്രയും വലിയ വിശദീകരണം അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടായിരിക്കും? നേരത്തെ സതീശ കുറുവാ സംഘത്തിന്റെ നേതൃത്വത്തിലെ പ്രധാനിയാണ് ഷോഫി. അപ്പോ ഷാഫിയെ സംബന്ധിക്കുന്നിടത്തോളം സതീശന്റെ പ്രധാനപ്പെട്ട കൈയാണ്. ആ നിലയ്ക്ക് ഈ ആനയും പേടിക്കണം, ആന പിണ്ടത്തെയും പേടിക്കണം എന്ന് പറഞ്ഞ അവസ്ഥയാണ് കോൺഗ്രസിനകത്തെ കെ പി സി സി പ്രസിഡന്റ് വരെ ഉള്ളത് എന്ന് ആ പ്രതികരണം തെളിയിക്കുകയാണ്. എന്തൊരു നാണം കെട്ട പ്രതികരണമായിരുന്നു അത്. ഒരു വ്യക്തിയെ സംബന്ധിക്കുന്നിടത്തോളം ഡെസിഗ്നേഷനെ സംബന്ധിച്ച് പറയുമ്പോൾ എം എൽ എ എം പി എന്ന് പറയുന്നതിൽ ഒരു ചെറിയ മാറ്റം അല്ലെങ്കിൽ തെറ്റ് സംഭവിച്ചു പോയി എന്ന് കരുതിക്കൊണ്ട് അതിലൊന്നും സംഭവിക്കാനില്ല. പക്ഷെ ആ തെറ്റിന് എം പി ആണെന്നങ്ങ് തിരുത്തി പറയുന്നതിന് പകരം ഇങ്ങനെയൊക്കെ മെഴുകി പറയേണ്ട കാര്യം എന്താണ്? ആരെ സംതൃപ്തിപ്പെടുത്താനാണ്? ആരുമായിട്ട് കോംപ്രമൈസ് ചെയ്യാനാണ്? ആദ്യമായിട്ട് സോറി പറയുന്നു എന്ന് പ്രഖ്യാപിക്കേണ്ട കാര്യം എന്താണ്? താരതമ്യേന വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഷാഫി പറമ്പിൽ. ആ വ്യക്തിയോട് എന്തിനാണ് കെ പി സി സി പ്രസിഡന്റ് പദവിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ഈ രീതിയിൽ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ആ കോക്കസ് ഗ്രൂപ്പ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റി പറയേണ്ടി വന്നാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന അവസ്ഥയുണ്ടെന്ന് സണ്ണി ജോസഫിന്റെ ആ പ്രതികരണം കൃത്യമായി തെളിയിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ നാട്ടിൽ പറയുന്ന കുറുവാ സംഘ ഗ്യാങ്ങിനെ ആർക്കെതിരെയെങ്കിലും സംസാരിക്കുമ്പോൾ എത്രമാത്രം ശ്രദ്ധിക്കണം. ഓരോ വാക്കും എന്തിനേറെ പറയുന്നു, അവരുടെ പദവികൾ കൂടി പറയുമ്പോൾ ഒരു തരത്തിലും തെറ്റ് പറ്റരുത്. തെറ്റ് പറ്റിയാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ഈ മടൽ സ്ഥാനത്ത് ഇരിക്കുന്ന വ്യക്തിയെ പാവയായിട്ട് ഇരുത്തിയിരിക്കുന്നതാണ്, ഇവരുടെ അടിമയായിട്ടുള്ള വ്യക്തിയാണ്, മുന്നിലിരുത്തി പിൻസി ഡ്രൈവിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ യജമാന സ്നേഹത്തോടു കൂടി ഇരിക്കുന്ന അതേ മനോഭാവത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് സംഭവിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് ഉൾഭയം കൊണ്ട് പറയേണ്ടി വരുന്നതാണെന്ന് ഈ നാട്ടുകാർക്ക് അനുമാനിക്കേണ്ടി വരും. ഒരു സംശയവും വേണ്ടതേ. നമ്മൾ ഇതുവരെ ഒരു കെ പി സി സി പ്രസിഡന്റിൽ നിന്നോ രാഷ്ട്രീയ പാർട്ടിയിൽ ഉള്ളവരുടെ ഭാഗത്തു നിന്നോ ഇങ്ങനെ ഒരു പ്രതികരണം കണ്ടിട്ടില്ല. പേര് മാറിപ്പോയെങ്കിൽ മനസ്സിലാക്കാം. എം പി എന്നുള്ളത് എം എൽ എ ആയിപ്പോയി, അതിനെന്താണ് ഇത്ര പ്രശ്നമെന്നേ? അതൊരു തിരുത്തി പറഞ്ഞു, എം എൽ എ അല്ല, ക്ഷമിക്കണം, എം പി ആണ്. ദാറ്റ്സ് ഓൾ. ഷാഫി ഇക്ക വാപ്പാന്റെ പ്രായത്തിലുള്ള ആളെ പോലെ അദ്ദേഹത്തെ ബഹുമാനിച്ചങ്ങ് തകർക്കുകയാണ്, അദ്ദേഹത്തെ അങ്ങ് വല്ലാതെ പൊലിപ്പിക്കുകയാണ്. ആ വ്യക്തിയോട് അങ്ങനെ ഒരു ചെറിയ നാവുപിഴ സംഭവിച്ചതിന് ഈ രീതിയിലൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിൽ ഈ കുറുവാ സംഘം എത്രമാത്രം ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയുമാണ് വ്യക്തികളെ അതിനകത്ത് നിലനിർത്തിയിരിക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ്. കെ പി സി സി
പ്രസിഡന്റിന്റെ കസേരയിൽ ഇരിക്കുന്നുണ്ടെങ്കിലും ആർക്കൊക്കെയാണ് വിലയുള്ളതെന്ന് ഒരു പ്രസിഡന്റ് ഈ രീതിയിൽ ജനങ്ങളുടെ മുന്നിൽ തീർത്തും കൊച്ചായി പോകുന്ന രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറും ഒരു പാവ നോമിനിയാണെന്ന് സമൂഹത്തിന് തിരിച്ചറിയാൻ പറ്റുന്ന ഉദാഹരണം തന്നെയാണ് ഈ പ്രതികരണമെന്ന് പറയേണ്ടി വരികയാണ്. ശ്രീ ഷാഫി പറമ്പിൽ MLA ഞാൻ ഇതുവരെ KPC പ്രസിഡന്റായിട്ട് സോറി പറഞ്ഞില്ല. ആദ്യമായിട്ട് ഞാൻ സോറി പറയുകയാണ്. ഇത് മനഃപൂർവ്വം ഷാഫി പറയിച്ചതല്ല, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ സംശയിക്കും. പ്രിയപ്പെട്ട ശ്രീ ഷാഫി, ഞാൻ MP MLA എന്ന് പറയുന്നില്ല, പ്രിയപ്പെട്ട ശ്രീ ഷാഫിക്ക, പ്രിയപ്പെട്ട MLA ശ്രീ MP ശ്രീകണ്ഠൻ, MLA രാഹുല്, വൈസ് പ്രസിഡന്റ് ബൽറാം, പ്രിയപ്പെട്ട നേതാക്കന്മാര് കബീർ മാസ്റ്റർ, വിജയരാഘവേട്ടൻ, CP മുഹമ്മദ്, എല്ലാരും കൂടുതൽ കൈയടിക്കുന്ന സന്ദീപ് വാര്യര്, തുളസി ടീച്ചർ, രമ്യ, ചാർജുള്ള മുത്തലിബ്, മറ്റ് ചന്ദ്രേട്ടൻ താഴെയുണ്ട്, മുകളിലിരിക്കേണ്ട ചന്ദ്രേട്ടൻ താഴെ ഇരിക്കുന്നുണ്ട്. നമുക്കെല്ലാം മാതൃകയാണ്, ഞങ്ങൾക്കെല്ലാം മാതൃകയാണ്. പ്രിയമുള്ള സഹപ്രവർത്തകരായ സഹോദരീ സഹോദരന്മാർ,